നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദികൾ ഇറാനാണെന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തു വരികയാണ്. ഭാവിയിലും ഹൂതി വിമതർ ചെങ്കടലിൽ ഏതെങ്കിലും കപ്പൽ ആക്രമിച്ചാലും ഉത്തരവാദിത്വം ഇറാൻ തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലും ചെങ്കടലിലൂടെ കടന്നുപോയ ചില കപ്പലുകളും ആക്രമിച്ചതായി ഹൂതി വിമതർ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ കൃത്യമായുള്ള തിരിച്ചടി. ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവെപ്പായി തന്നെ കണക്കാക്കുമെന്നുമാണ്. ഇതിനെല്ലാം ഇറാൻ ഉത്തരവാദികളായിരിക്കുമെന്നുമാണ്. ഇതിന്റെ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കുമെന്നുമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഹൂതികൾക്ക് നേരെ ചെങ്കടലിൽ അമേരിക്ക നിരന്തരമായ ആക്രമണം നടത്തിവരികയാണ്. ഇറാനുമേൽ ആണവ ചർച്ചകൾക്കായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് രണ്ടാം വട്ട പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് എന്നും ആക്രമണത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്ക് 2 തവണ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് യമനിൽ നിരവധി പേരെ അണിനിരത്തി അവർ അമേരിക്കൻ വിരുദ്ധ റാലികളും സംഘടിപ്പിച്ചിരുന്നു. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇനി ആക്രമണം ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നും ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയായ ഇരയാണ് എന്ന് നടിക്കുകയാണ് എന്നും ട്രംപ് താക്കീത് നൽകി. ഒരു ദശാബ്ദത്തിൽ ഏറെയായി സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂതികൾ ഏറ്റുമുട്ടുകയാണ്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ ഫലസ്തീൻ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പല കപ്പലുകളും ആക്രമിച്ചിരുന്നു. കൂടാതെ ഇസ്രയേലിലേക്ക് നിരന്തരമായ ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചിരുന്നു. ഇതിന് ഇസ്രയേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു. ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണം നിർത്തണം, അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം ഹൂതികൾക്കുമേൽ വരുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക, അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങൾക്കുമേൽ പെയ്തിറങ്ങുമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ താക്കീത് നൽകിയിരുന്നു. എന്നാൽ ഗസയിലേക്ക് ആവശ്യ വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രയേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിലേക്ക് ആവശ്യ വസ്തുക്കൾ കടത്തിവിട്ടില്ല എങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഹൂതി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയിൽ ചൊവ്വാഴ്ച നടന്ന വ്യോമാക്രമണങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനിടയിൽ വ്യക്തമാക്കി. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നീ യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറയുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 19-ന് അനുഭവിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 404 പേർ കൊല്ലപ്പെട്ടിരുന്നു. 562 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിലേറെയും കുട്ടികളാണ് എന്ന് ഫലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയിലെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവുമാണ് ഉണ്ടായത്. ജനുവരി 19-ന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു. ഗാസയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണ് എന്ന് ഇസ്രായേലും ആരോപിച്ചു. യുഎസുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറയുന്നു. ഇസ്രായേൽ നൽകുന്ന പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ട്രംപിന് നന്ദി പറഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. To bring back our hostages. We extended the ceasefire. We extended it by weeks. Without receiving any hostages, we sent delegations to Doha, to Cairo. We raised gestures and offers together with the mediators, and we received other offers. We also confirmed Witkoff's plan. However, Hamas rejected time and again every proposal made. And I told you many times that if Hamas will continue to refuse, if it will not release our hostages, we will go back to fighting. And indeed,
we have gone back to fighting. We have gone back to fighting with great might. Together with the Minister of Defense, I have been given the recommendation of Sa'ar and the defense establishment to go into intense fighting against Hamas. From now on, Israel will take growing action against Hamas with greater intensity. From now on, negotiations will only be under fire. Hamas has already felt over the last 24 hours the Israeli strength, and I want to promise to you and to Hamas that this is just the beginning. We will continue to fight in order to achieve all of our goals in this war, release all of our hostages, destroy Hamas, and make sure that Gaza will no longer pose a threat to Israel. Citizens of Israel, my heart, all of our hearts, are with the hostages and their families. They are going through inhuman nightmare every single day, every single minute. And I would like to address the families and say that our commitment, the commitment of the defense establishment, is to do everything relentlessly in order to release the hostages, your beloved, our beloved, dead and alive. And I hear all the commentators who are saying lies, saying that the IDF's recommendations have political incentives. They have no red lines. They are not ashamed. They are simply resonating Hamas propaganda. And I would like to say to Hamas, don't you rely on that, because nothing will stop us from achieving all of our war's goals. I would like to salute our heroes in the IDF, the men and women of the ISA, the police officers, and all who work in the defense establishment. And I salute you, citizens of Israel, because together we have achieved many historic accomplishments to date, and together we are changing the Middle East. But there are also great challenges that are still before us, first of all in Gaza. But we have proven in the other 2 rounds of hostage release, where 96 of hostages have been released, we have proven that military pressure is a condition to the release of hostages. Hurting Hamas and releasing our hostages are not contradictory goals, they are intertwined. We are at the height of the war of 7 fronts, and we are winning this war. But the campaign is far from over. Tonight, the Houthis once again have launched missiles against Israel, and I would like to ask you, citizens of Israel, please adhere to the instructions of the home front. And I want to tell you something true. They saved the lives. And I admire our work together with the United States against the Iranian axis in Yemen. We have so much more work to be done against many other parts of this axis. But I'm certain of one thing: we can overcome, and we will defeat them. With God's help, together we will do and